വീണ്ടും മമതാ ബാനർജിയും ശരത് പവാറും കോൺഗ്രസ് പാളയത്തിലേക്ക് മടങ്ങുമോ? അഭ്യൂഹങ്ങൾ ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം മമത കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റൊരു ഉദ്ദേശവുമില്ല. മമതയെ കോൺഗ്രസിലേക്ക് സോണിയ ക്ഷണിച്ചിട്ടില്ലെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതു എന്ന് വ്യക്തമായ ഒരു സന്ദേശമായിരുന്നു കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് നൽകിയത്. എന്നാൽ അദ്ദേഹം അത്തരമൊരു വാർത്ത അല്ലെങ്കിൽ അത് പറഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുൻപേ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ശരത് പവാറിന്റെ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും അവിടെ വീണ്ടും കോൺഗ്രസിലേക്ക് ലയിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ലയനം ഉണ്ടാകുമെന്നും ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത്തരമൊരു ലയനം ഇവിടെ ഉണ്ടായാൽ വീണ്ടും കൂടുതൽ ശക്തമായി തന്നെ കോൺഗ്രസ് പ്രവർത്തിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അത്തരമൊരു തീരുമാനം എടുത്താൽ മമതാ ബാനർജിക്ക് സോണിയയും അതായത് മമതാ ബാനർജി സോണിയയുടെ കീഴിലേക്ക് വരുമെന്നും ഒരു അടിമയെ പോലെ അവിടെ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇത്രയും നാളും ബംഗാൾ മുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് അവസാനം തോൽവി സമ്മതിച്ചുകൊണ്ട് മമത താഴേക്ക് വന്നെങ്കിൽ പോലും ഒരു അടിമയെ പോലെ അവിടെ മമത നിൽക്കില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി തന്നെ സൂചിപ്പിക്കുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രതിസന്ധികൾക്കിടയിൽ പോലും കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞുപോയ പ്രാദേശിക പാർട്ടികൾ തിരികെ മാതൃസംഘടനയുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തൃണമൂൽ ലയന വാർത്തകൾ വെറും അടിസ്ഥാനരഹിതമായ കിംവദന്തികളാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തള്ളിക്കളയുമ്പോഴും അത് മഹാരാഷ്ട്രയിലെ മുതിർന്ന നേതാവായ സനാ പോട്ടോൾ ആകട്ടെ അത്തരമൊരു നീക്കം നടക്കാൻ സാധ്യതയുണ്ടെന്ന വ്യക്തമായ ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. മതനിരപേക്ഷയും അതുപോലെ തന്നെ ബഹുസ്വരവുമായ പ്രത്യാശാസ്ത്രങ്ങളുള്ള എല്ലാ പാർട്ടികളും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇതെന്നതാണ് നാനാ പാട്ടോൾ ആകട്ടെ ഇവിടെ മാധ്യമ പ്രവർത്തകരെ കണ്ട വേളയിൽ സംസാരിച്ചത്. വോട്ടുകൾ ഭിന്നിപ്പിച്ചു പോകുന്നത് തടയാൻ ശരത് പവാറും മമതാ ബാനർജിയും കോൺഗ്രസുമായി ലയിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നുണ്ട് എന്നും ഇത് വെറും ഒരു സഖ്യമല്ല, മറിച്ച് പൂർണ്ണമായ ലയനമായിരിക്കും എന്നതായിരുന്നു അദ്ദേഹം അവിടെ അവകാശപ്പെട്ടത്. അതേപോലെ തന്നെ NCP SP കോൺഗ്രസിൽ ലയിക്കുമെന്നതിനുള്ള നിർദ്ദേശം ശരത് പവാർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നും രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പ്രക്രിയയെ ഇപ്പോൾ ദേശീയ തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് പിളർപ്പുണ്ടായ ചെറിയ പാർട്ടികളിൽ വീണ്ടും ഒന്നിക്കണമെന്നും ശിവസേന UBT നേതാവായ സഞ്ജയ് റവാത്തും ശരത് പവാറിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നും ചെറിയ പാർട്ടികളിൽ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെന്നും പറയുന്നു. അതേപോലെ തന്നെ റാവത്തിന്റെ ഈ നിർദ്ദേശത്തോട് പ്രതികരിച്ച NCP SP നേതാവും ശരത് പവാറിന്റെ മകളുമായ സുപ്രിയ സുലെ ആകട്ടെ വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നതാണ് ആദ്യം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ മറ്റൊരു കാര്യം, ആദ്യം മഴ പെയ്യട്ടെ അപ്പോൾ നോക്കാം കുട വേണോ അതോ റെയിൻകോട്ട് വേണോ എന്ന ഒരു തരത്തിലുള്ള നിഗൂഢമായ രീതിയിലെ ഒരു പ്രതികരണമാണ് അവർ നടത്തിയത്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവും അതേപോലെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ഗെഹ്ലോട്ടും പ്രാദേശിക പാർട്ടികളോട് കോൺഗ്രസിൽ ലയിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ ഞങ്ങളുടെ നേതാവായി അംഗീകരിക്കാൻ എല്ലാ പ്രാദേശിക പാർട്ടികളും തയ്യാറാകണമെന്നതായിരുന്നു അദ്ദേഹം അവകാശപ്പെട്ടത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്ന വ്യക്തമായ സന്ദേശം രാജ്യത്തുടനീളം നൽകിയാൽ മാത്രമേ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയൂ എന്നും ഗെഹ്ലോട്ട് ഇവിടെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം 1998 മമതാ ബാനർജിയും 1999 ശരത് പവാറും സോണിയാഗാന്ധിയുടെ വിദേശ പൗരത്വ വിഷയത്തിൽ വിയോജിച്ചാണ് കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടിക്ക് അല്ലെങ്കിൽ രൂപം നൽകുന്നത്. അതായത് സ്വന്തം പാർട്ടിക്ക് അവർ രൂപം നൽകിയത്. തൃണമൂൽ കോൺഗ്രസ് ഇന്ന് നേരിടുന്നതിന് അവിടെ സമാനമായ പ്രതിസന്ധിയാണ് 2023 ശരത് പവാറിന്റെ പാർട്ടിയും നേരിട്ടത്. അജിത് പവാറിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപത്തെ തുടർന്ന് പാർട്ടിയുടെ പേരും ചിഹ്നവും പവാറിന് നഷ്ടമാവുകയും അത് BJP സഖ്യത്തിന്റെ ഭാഗമാവുകയുമാണ് പിന്നീട് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.